മോനെ ഷോൺ ജോർജെ, ഈ വെറുതെ ഇരിക്കുമ്പോഴേ എവിടെയെങ്കിലും ചൊറിയുന്നുണ്ടോ? ഏ കേരളമെന്ന മനോഹര സംസ്ഥാനത്തെ മുസ്ലിം, ഹിന്ദുവും, ക്രൈസ്തവനും, മതമില്ലാത്തവരും ഉള്ളവരും ഒക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഈ സംസ്ഥാനത്തില് ഇതുപോലുള്ള മതവർഗീയത പ്രവർത്തനങ്ങൾ നടത്തി, കുത്തിത്തെറിപ്പുണ്ടാക്കി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അങ്ങനെ നാട് നശിപ്പിച്ച് കാണാൻ ഭയങ്കര ആഗ്രഹമാണല്ലേ? പക്ഷെ ഒന്ന് ഓർത്തോ, ആ ചേന ഈ കേരളത്തിന്റെ മണ്ണിൽ വിളയൂല കേട്ടാ. അത് നിങ്ങൾക്ക് കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ മനസ്സിലാക്കി തരുന്നുണ്ടല്ലോ കേരളത്തിലെ ജനത. എന്നിട്ടും ആ ഒരു ചൊറിച്ചിൽ മാറുന്നില്ലെങ്കിൽ വേറൊന്ന് രണ്ട് മരുന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം. സംഭവം വേറൊന്നുമല്ല കേട്ടോ. പുതിയൊരു കുത്തിത്തിരിപ്പുമായിട്ട് PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് വന്നിട്ടുണ്ട്. കേരള വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ നിയമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജി കൊടുത്തിരിക്കുകയാണ് ഇതിയാൻ. ഇതിലെ പറഞ്ഞതുപോലെ സ്വന്തം വീട്ടിൽ, അതായത് ഷോൺ ജോർജിന്റെ വീട്ടിലെ കാര്യം ഇങ്ങനെയാണോ? അതായത് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അപ്പൻ ഇരിക്കുന്ന സമയത്ത് തന്നെ മറ്റുള്ളവരെ വിളിച്ച്, അതായത് അയൽ വീട്ടിലുള്ള സോമൻ ചേട്ടനെ, ഷുക്കൂർക്കെ വിളിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്ന് അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്നതാണോ നിങ്ങളുടെ വീട്ടിലെ രീതി? അതാണെങ്കിൽ ഓക്കെ, താങ്കൾ ഇങ്ങനെ വരുന്നതിൽ താങ്കൾ പഠിച്ച കാര്യം ഒന്ന് പറയാം. പക്ഷെ ഇതങ്ങനല്ലല്ലോ. അതല്ലല്ലോ ശരി. താങ്കളുടെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് താങ്കളുടെ അപ്പനല്ലേ, അല്ലെങ്കിൽ അപ്പനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളല്ലേ? തൊട്ടയൽപ്പക്കത്ത സോമൻ ചേട്ടനോ ഷുക്കൂർക്കെയാണോ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? അത് പഠിച്ചിട്ടാണെങ്കിൽ അത് താങ്കളുടെ വീട്ടിൽ തന്നെ വെച്ചാൽ മതി. കേരള സമൂഹത്തിലോ ഇവിടെയുള്ള സമുദായങ്ങൾക്കിടയിലോ കൊണ്ടുവന്ന് ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനോ തമ്മിൽ തല്ലിക്കാനോ നോക്കണ്ട, നടക്കുകയല്ല. നമുക്കറിയാം വഖഫ് ബോർഡ് എന്താണെന്ന്. മുസ്ലിം സമുദായമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും വിദ്യാഭ്യാസവും മതപരവുമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു ബോർഡാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. അവിടേക്ക് അമുസ്ലിമായ, മുസ്ലിം അല്ലാത്ത മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ കൊണ്ടുവരണമെന്നും അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നുമാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം. കുറെ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി അങ്ങനൊന്നുമില്ലാതെ ഓരോ സമുദായത്തിന്റെ കാര്യങ്ങൾ നോക്കാനും ഓരോ ബോർഡുകളും ഒക്കെ ഉണ്ട്. അതവര് നല്ലപോലെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലുള്ള കുത്തിത്തിരിപ്പിന്റെ ആശാന്മാര് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഇനി ഈ ഷോൺ ജോർജ് തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ, അതായത് ഇവിടെയുള്ള ഹിന്ദു സഹോദരങ്ങൾക്കെതിരെ ദേവസ്വം ബോർഡ്, നമുക്കറിയാം എന്താണ്, ഹൈന്ദവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഹൈന്ദവ സഹോദരങ്ങളുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും അതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയാനും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുള്ള ആളുകൾ ഇരിക്കുന്ന ഒരു ബോർഡാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. ആ ബോർഡിലേക്ക് അഹിന്ദുക്കളായ, അതായത് മുസ്ലിം ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ആളുകളെ കൊണ്ടുവന്നിരുത്തണമെന്നും അവർ അവരുടെ അഭിപ്രായം പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു വന്നാൽ പോലും കേരള സമൂഹം അത് കൊണ്ടുവരുന്നതിന്റെ ചെവിക്കുറ്റിക്ക് അടിക്കുകയും ഒപ്പം ഞാനും കൂടി ചേർന്ന് അടിക്കുകയും ചെയ്യും. കാരണം എന്താ? അത് ശരിയല്ല. ഓരോ മതത്തിനും ഓരോ മതത്തിന്റെ ബോർഡുകൾക്കും അവരുടെ മതത്തിൽപ്പെട്ട ആളുകൾ അഭിപ്രായം പറയുന്നതും അതിനെക്കുറിച്ച് അറിയുന്നവർ ആ ബോർഡ് അംഗങ്ങളായിട്ട് വരുന്നതുമാണ് ശരിയായ രീതി. ക്രൈസ്തവ സമൂഹമാണെങ്കിലും സഭകളിലേക്ക് ഒക്കെ ആണെങ്കിലും അതല്ലേ രീതി. ആ മതത്തിൽപ്പെടാത്ത ആളുകളെ അതിൽ കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? അങ്ങനെ ഓരോ മതത്തിനും ഓരോ അവകാശങ്ങളും ഓരോ നിലപാടുകളും ഓരോ അഭിപ്രായങ്ങളും ഉണ്ടല്ലോ. ഇവിടെ മുസ്ലിം ബോർഡിൽ മാത്രം ആ മുസ്ലിങ്ങളെ കൊണ്ടുവന്നിരുത്തണമെന്ന് ഇതുപോലുള്ള ചൊറിയന്മാർക്ക് എന്താണ് ആവശ്യം? ഒരാവശ്യവുമില്ല. ജനങ്ങൾ, ഇവരുടെ സമുദായ ക്രൈസ്തവ സമൂഹം തന്നെ വോട്ട് ചെയ്യാതെ അപ്പനെയും മകനെയും വീട്ടിലിരുത്തിയിരിക്കുന്ന രണ്ടുപേരാണ്. എന്തിനേറെ പറയണം, BJP, ഇവരൊക്കെ നിൽക്കുന്ന പാർട്ടിക്കാരായ BJPയുടെ കോർ കമ്മിറ്റി പോലും പറഞ്ഞു അച്ഛനും മകനും ഒരക്ഷരം പോലും BJPയെ കുറിച്ച് മിണ്ടരുന്ന് വിലക്കിയ രണ്ടുപേരാണ് ഇവർ. ഒരു വിലയുമില്ലാതെ, നാടിനും കുടുംബത്തിനും പാർട്ടിക്കും ഒരു വിലയുമില്ലാതെ ജീവിക്കുന്ന രണ്ടുപേരാണ് ഷോൺ ജോർജും PC ജോർജും. PC ജോർജ് ഇപ്പൊ ഇത്തിരി ഒതുങ്ങി കേട്ടോ. പുള്ളി കാര്യങ്ങൾ പഠിച്ചു, കേരള സമൂഹം എന്താണെന്ന് പുള്ളി പഠിച്ചു. അതുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ്. അതുവരെ മോനെ ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയെങ്കിലും മനസ്സിലായിക്കൂടെ, നിങ്ങളിവിടെ വർഗീയതയും കുത്തിത്തിരിപ്പും മറ്റു കാര്യങ്ങളൊന്നും ചൊറിച്ചിലൊക്കെ ഉണ്ടല്ലോ, അത് കേരളത്തിൽ വേവില്ലെന്ന് മനസ്സിലാക്കിക്കൂടെ നിങ്ങൾക്ക്? എന്റെ പൊന്ന് ഷോൺ ജോർജ്, ചെറുപ്പക്കാരനല്ലേ? നല്ല രാഷ്ട്രീയം, പണിയില്ലെങ്കിൽ, വേറെ ജോലി ഇല്ലെങ്കിൽ നല്ല രാഷ്ട്രീയം കളിക്കൂ. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളുണ്ട്, അത് സംസാരിക്കൂ. മറ്റു മതത്തിൽ കയറി ചൊറിയാൻ നിൽക്കാതെ. അത് ശരിയല്ല. അവരുടെ കാര്യം നോക്കാൻ അവർക്കറിയാം. ഇപ്പൊ ഹൈന്ദവ സഹോദരങ്ങളെ കാര്യം നോക്കാനും ക്രൈസ്തവ സഹോദരങ്ങളെ കാര്യം നോക്കാൻ, മുസ്ലിം സമുദായത്തിന്റെ കാര്യം നോക്കാൻ, ഇത് മതമില്ലാത്തവനോ ഉള്ളവന്റെ ഒക്കെ കാര്യങ്ങൾ നോക്കാൻ
അതിന് അർഹതപ്പെട്ട ആളുകളുണ്ട്. ഇതില്ല പറഞ്ഞതുപോലെ സ്വന്തം വീട്ടിൽ, അതായത് ഷോൺ ജോർജിന്റെ വീട്ടിലെ കാര്യം ഇങ്ങനെയാണോ? അതായത് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അപ്പൻ ഇരിക്കുന്ന സമയത്ത് തന്നെ മറ്റുള്ളവരെ വിളിച്ച്, അതായത് അയൽ വീട്ടിലുള്ള സോമൻ ചേട്ടനെ, ഷുക്കൂർക്കെ വിളിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്ന് അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്നതാണോ നിങ്ങളുടെ വീട്ടിലെ രീതി? അതാണെങ്കിൽ ഓക്കെ, താങ്കൾ ഇങ്ങനെ വരുന്നതിൽ താങ്കൾ പഠിച്ച കാര്യം ഒന്ന് പറയാം. പക്ഷെ ഇതങ്ങനല്ലല്ലോ, അതല്ലല്ലോ ശരി. താങ്കളുടെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിച്ച് താങ്കളുടെ അപ്പനല്ലേ, അല്ലെങ്കിൽ അപ്പനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളല്ലേ? തൊട്ടയൽപ്പക്കത്ത സോമൻ ചേട്ടനോ ഷുക്കൂർക്കെയാണോ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? അത് പഠിച്ചിട്ടാണെങ്കിൽ അത് താങ്കളുടെ വീട്ടിൽ തന്നെ വെച്ചാൽ മതി. കേരള സമൂഹത്തിലോ ഇവിടെയുള്ള സമുദായങ്ങൾക്കിടയിലോ കൊണ്ടുവന്ന് ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനോ തമ്മിൽ തല്ലിക്കാനോ നോക്കണ്ട, നടക്കുകയല്ല. അത് കോട്ടയംകാരുടെ ഭാഷ പറയുകയാണെങ്കിൽ അത് നടക്കുകയല്ല ഷോണെ, മനസ്സിലായ? കാരണം ഇത് കേരളം സ്നേഹത്തിന്റെ മണ്ണാണ്, സൗഹൃദത്തിന്റെ മണ്ണാണ്. ഇവിടെയുള്ള ഹിന്ദുവും മുസ്ലിമാനും, ഇവിടെയുള്ള ഹിന്ദുവും ക്രൈസ്തവനും മുസ്ലിമാനും, ഇവിടെയുള്ള മുസ്ലിമും ഹിന്ദുവും ക്രൈസ്തവനും മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ ഇടചേർന്ന് ജീവിക്കുന്ന നാടാണ്. അത് താങ്കളുടെ വീട്ടിലിരുന്നിട്ട് പോലും പഠിക്കാൻ പറ്റിയില്ലേ? വീട്ടിലിരുത്തിയിട്ട് പോലും പഠിക്കാൻ പറ്റിയില്ലേ? ഇനിയെങ്കിലും പഠിച്ചോളൂ. അത്തരത്തിലുള്ള വർഗീയതര ചേന കേരളത്തിൽ പുഴുങ്ങാൻ നിൽക്കണ്ട കേട്ടോ. കാരണം എന്താ? വേവൂല, ചൊറിയും. മനസ്സിലായ?